ഹലോ, ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ എമർജൻസി മെഡിസിൻ കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ബാഗാണ് ഞാൻ മിക്കപ്പോഴും ലോങ് ജേർണിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ഇനിയിപ്പോൾ കുഞ്ഞ് സിക്ക് ആണെങ്കിൽ ഈ ബാഗ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ ഞാനൊന്നും അടുക്കി വെച്ചതല്ല, നേരത്തെ ഇരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അതുപോലെ കാണിക്കാം. ആദ്യം ഉള്ളത് കാൽപോളിൻ്റെ ആണ്. ഇതൊരു ഓറൽ സസ്പെൻഷനാണ്. ഇതിപ്പം എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഈ ഒരു ഓറൽ സസ്പെൻഷൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2 മാസത്തിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഈ ഒരു കാൽപോൾ സസ്പെൻഷൻ. അപ്പോൾ നിങ്ങൾ പാരസെറ്റമോൾ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ പ്രായം അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് എൻ്റെ ബാഗിലുള്ളത് ഒരു കലാമിൻ ലോഷനാണ്. ഇത് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതാണ് ഒണ്ടാൻസെട്രോൺ. ഈ ഒരു സിറപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിന് വോമിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പാക്കറ്റ് ഞാൻ കളയാറില്ല. ചില മെഡിസിൻ്റെ ഇപ്പോൾ കാൽപോളൊക്കെ ആണെങ്കിൽ എനിക്കറിയാം എത്രയാണ് കൊടുക്കേണ്ടത്, ഒരാവശ്യം വന്നാൽ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിന് എനിക്ക് ബോട്ടിൽ മാത്രം ക്യാരി ചെയ്താൽ മതി. ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അളവ് എഴുതിയിട്ടുണ്ടാവും. അപ്പം ചില മെഡിസിൻ്റെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കളയാറില്ല. ഞാനിതൊരു റെഫറൻസ് പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അടുത്തത് ഞാൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്ത മെഡിസിൻ വന്നിട്ട് മ്യൂക്കുലൈറ്റ് ആണ്. ഇത് കുഞ്ഞിന് ഒരു സമയത്ത് ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ് മ്യൂക്കുലൈറ്റ്. ഇതിൽ ആ ടൈമിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു 0.5 ml 3 നേരം 5 ദിവസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെയും പാക്കറ്റ് കൂടിയുണ്ട്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കൊണ്ടു നടക്കാനായിട്ട്. പിന്നെ ഓരോ ഡ്രോപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എന്താ പറയുന്നത് എത്ര കൊടുക്കണം എന്നുള്ളതിൻ്റെ ഡോസേജിൽ കുഞ്ഞുങ്ങളുടെ പ്രായവും വെയിറ്റും അനുസരിച്ച് വ്യത്യാസം വരും. അടുത്തത് വന്നിട്ട് ലിവോസിട്രസിനാണ്. ഇതും എൻ്റെ കയ്യിൽ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ ജലദോഷം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു തവണ പോയപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നതായിരുന്നു. അത് ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെയുള്ളതാണ് ഒരു പാക്കറ്റ് ടിഷ്യൂ. അറിയാലോ എന്താണ് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പാക്കറ്റ് ടിഷ്യൂ എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് സ്യൂഡോ ക്രീം. ഇത് നമ്മളുടെ ബേബി റാഷ് ഡയപ്പർ റാഷ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്യൂഡോ ക്രീം. അപ്പം അതും ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെയുള്ളതാണ് ഇൻഫാകോൾ. ഇതെന്ന് പറയുന്നത് കോളിക് പെയിൻ, വയറുവേദന അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്കറിയില്ലല്ലോ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നതെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ വയറുവേദന എടുത്തിട്ടൊക്കെ കരയും, ഗ്യാസ് കയറിയിട്ടൊക്കെ കരയും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഫാകോൾ. അതെടുക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മളുടെ നേസൽ ഡ്രോപ്സ്. ഇതിൻ്റെ പാക്കറ്റ് കളഞ്ഞില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് അധികം ഉപയോഗിച്ചിട്ടുണ്ട്, തീരാറായിട്ടുണ്ട്. ഇനി പുതിയതെടുത്ത് വയ്ക്കണം. ഇനിയും നെക്സ്റ്റ് വരുന്നതാണ് ഇതൊരു നേസൽ എക്സ്ട്രാക്ടറാണ്, മ്യൂക്കസ് എക്സ്ട്രാക്ടർ. കുഞ്ഞുങ്ങൾക്ക് ജലദോഷമൊക്കെ വരുമ്പോഴത്തേനും മൂക്ക് അടയുമല്ലോ. അപ്പോൾ മൂക്ക് ബ്ലോക്കൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ മൂക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ്. അത് ഭയങ്കര ഹാൻഡിയാണ്. ബ്രോണിൻ്റെ ആണ് വരുന്നത്. ബ്രോണാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്, ബ്രോണാണ്. ഇതിന് 2 മോഡൊക്കെയാണ് വരുന്നത്. ഒട്ടും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവരുടെ നോസ് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ കൊണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒട്ടും ഹെവി ഒന്നുമല്ല, നല്ല സുഖമായിട്ട് നമ്മൾക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. ഇനി ഇതിൽ ബാറ്ററി വരുന്നുണ്ട്. ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു AA ബാറ്ററിയാണ് വരുന്നത്. അപ്പം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഓരോ പാർട്സ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് സിലിക്കോണാണ്. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ മൂക്കിൽ വെച്ചിട്ട് സെക്രീഷൻ വലിച്ചെടുക്കുമ്പോഴൊന്നും അവർക്ക് ഒട്ടും വേദനയൊന്നും എടുക്കത്തില്ല, മുറിയത്തൊന്നുമില്ല. പിന്നെ
സൗണ്ട് കേൾക്കാമോ? അപ്പം അങ്ങനെ പേടിപ്പെടുത്തുന്ന വലിയ സൗണ്ടൊന്നും അല്ല. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, ഒന്ന് വാങ്ങിച്ചു നോക്കും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വേറൊരു സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതിനല്ല ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഉള്ളതാണ് 2-3 നമ്മളുടെ പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ നീളമുള്ള പ്ലാസ്റ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അത് തീർന്നു പോയി. ഇപ്പം ഇതാണുള്ളത്, അതിനി റീസ്റ്റോക്ക് ചെയ്യണം. പിന്നെ 2-3 കോട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്, കോട്ടൺ പാഡ്സ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ കണ്ടില്ലേ, കോട്ടൺ പാഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കോട്ടൺ പാഡ്സൊക്കെ സിപ്പ് ലോക്ക് ബാഗിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നു പോയി. ഇനി എനിക്കത് സിപ്പ് ലോക്ക് ബാഗിൽ റീസ്റ്റോക്ക് ചെയ്യണം. ഇനിയുള്ളതൊക്കെ സിപ്പ് ലോക്ക് ബാഗിൽ വേണം എനിക്ക് കൊണ്ടു നടക്കാനായിട്ട്. എന്നാലേ അതൊരു നീറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ, ചെളിയാവേണ്ടതൊക്കെ. പിന്നെ കുറച്ച് ബാഗ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ സാധാരണ ഡൈപ്പർ ബാഗില്ലേ, ഡൈപ്പർ ഡിസ്പോസിബിൾ ബാഗ്, അങ്ങനെ 2-3 എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ, പേപ്പേഴ്സ്, അതുപോലെ യൂസ് ചെയ്ത ടിഷ്യൂസ് അങ്ങനെയൊക്കെ കളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് എപ്പോഴും കയ്യിലിരിക്കണം നല്ലതാണല്ലോ. അപ്പോൾ ഇതിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാമല്ലോ. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് തെർമോമീറ്റർ. ഇത് എവിടെ പോയാലും കൊണ്ടുപോകാറുണ്ട്, ബേബി തെർമോമീറ്റർ. അപ്പം എപ്പോഴാണ് എന്താണ് എന്ന് പറയാൻ പറ്റില്ല, ഇതെപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മളുടെ നെയിൽ കട്ടർ. കുഞ്ഞിൻ്റെ നഖമൊക്കെ എപ്പോഴും ട്രിപ്പ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻ കേസ് ഈ ഇപ്പോൾ നഖത്തിൻ്റെ ഒരു സൈഡൊക്കെ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം വിട്ടു പോയിട്ടുണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് ചിലപ്പോൾ സൈഡിലായിരിക്കും വളർന്നു വരിക. അപ്പം അതൊക്കെ ഒന്ന് ട്രിം ചെയ്യാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഇതും ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു ബാഗിലുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൗച്ചാണ്. ഇത് ഞാൻ ഷീനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പൗച്ചാണ്. നിങ്ങളുടെ എന്താ പറയുന്ന സാധനങ്ങൾ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ചുള്ളൊരു ബാഗ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, അത് ഉപയോഗിച്ച് കൊണ്ടുപോയി ഇവിടെയൊക്കെ ടയർ ആൻഡ് വെയറൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഈ മെഡിസിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇപ്പം പിന്നെ ആഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഇപ്പം എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഹേലേഴ്സ് എടുക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ നെബുലൈസർ ഒക്കെ നെബുലൈസേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നെബുലൈസേഷൻ്റെ ആ ഒരു മാസ്കൊക്കെ ഇല്ലേ, നെബുലൈസേഷൻ്റെ മെഡിസിൻ, അതിൻ്റെ റെസ്പ്യൂൾസ്, അതൊക്കെ ക്യാരി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു വലിയൊരു ബാഗാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് എപ്പോഴും ക്യാരി ചെയ്താൽ നല്ലതാണ്. നമ്മളുടെ കൈ തുടയ്ക്കാനും നമ്മൾ എവിടെയാണോ ഈ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ഹാൻഡ് സാനിറ്റൈസർ, അതുപോലെ ഒരു ബേബി വൈപ്സ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ ഒറ്റ ബാഗ് കൊണ്ട് പോയാൽ വേറെ നമ്മുടെ ബാഗിലിരിക്കുന്ന വൈപ്സ് ഒന്നും വേറെ നമ്മുടെ ബാഗിൽ നിന്ന് എടുക്കാതെ ഈ ഒരു ബാഗ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാം കൂടെ ഒരു കിറ്റായിട്ട് കൊണ്ടു നടക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബേബി എമർജൻസി മെഡിസിൻ കിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പം ഈ ഒരു എമർജൻസി കിറ്റ് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അസുഖവും വരാണ്ടിരിക്കട്ടെ, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി.